തൻ്റെ മായാശക്തി കൊണ്ട് കണ്ണും കാതും കയ്യും കാലും എല്ലാം പ്രവർത്തിപ്പിക്കാനായി. അപ്പൊ എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കാനായി പ്രവിഷ്ടയതേ തത്തത്, ഓരോന്നിൻ്റെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുക. സ്വരൂപോ അഗ്നിരിവൈധസി, ഓരോന്നിൻ്റെയും ഉള്ളിൽ എങ്ങനെയാ പ്രവേശിച്ചിരിക്കുന്നത്? അഗ്നിയെപ്പോലെ. എന്തിനാ ഈ ശ്ലോകം അദ്ദേഹം പറയുന്നത്? നാം ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നു, സർവവ്യാപിയാണെന്ന് പറയുന്നു, ആ എല്ലാവരിലും ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരിലും ഉണ്ട്, പട്ടിയിലും ഉണ്ട്, പൂച്ചയിലും ഉണ്ട്, പന്നിയിലും ഉണ്ട്. ഓരോന്നും ഓരോ തരത്തിലാണ് ഇവിടെ പെരുമാറുന്നത്. അപ്പം ഈശ്വരൻ ഇങ്ങനെ ഓരോന്നിലും ഉണ്ടല്ലോ, ഓരോ തരത്തിലും പെരുമാറുന്നുണ്ട്. പൂച്ച എലിയെ പിടിക്കുന്നത് ഒരു മഹാപാപല്ലേ ഒരു നിലയ്ക്ക് വേറെ ഒരു ജീവനെ കൊല്ലുന്നത്. അപ്പോൾ ഈശ്വരൻ ഈ പൂച്ചയുടെ ഉള്ളിൽ പ്രവേശിച്ച് എലിയെ കൊന്ന് മഹാപാപം അനുഭവിക്കുകയാണോ എന്ന് നിങ്ങൾ സംശയിക്കാം, അല്ലെങ്കിൽ സംശയിക്കണം. അപ്പം എന്താണ് ഈ ഈശ്വരൻ? എങ്ങനെയാണ് അദ്ദേഹം എല്ലാ ദിക്കിലും വ്യാപിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അവധൂതൻ പറയുക. പക്ഷേ അഗ്നിയെക്കുറിച്ച് ആലോചിച്ച് എനിക്കതിന് ഉത്തരം കിട്ടി. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഉള്ളിൽ പ്രവേശിച്ച് അതതിൻ്റെതായ ദുഷ്ടശിഷ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരന് എന്തെങ്കിലും തരത്തിലൊരു ബാധയേൽക്കില്ലേ? അദ്ദേഹം മഹാപാപിയാവില്ലേ പാപകർമ്മം ചെയ്യുമ്പോൾ? ഇപ്പം മനുഷ്യരിൽ ടെററിസ്റ്റ് ഉണ്ട്, ഓരോന്നുണ്ട്. അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മത്തിനെല്ലാം കാരണഭൂതൻ ഈശ്വരനല്ലേ? അപ്പോൾ ഈശ്വരൻ മഹാപാപി ആവുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണല്ലോ ദാർശനികം. അപ്പൊ പ്രവിഷ്ട ഈയതേ തദ്വത് സ്വരൂപോ അഗ്നിരിവൈധസി, പലതരത്തിലുള്ള വിറകിൽ അഗ്നി പ്രവേശിച്ചു കഴിഞ്ഞ് കത്തുമ്പോൾ എന്തെല്ലാം ആകൃതിയാ അഗ്നിക്ക് വരുന്നത്. ഒരു വിളക്ക് കത്തിച്ചാൽ മുല്ലമുട്ട് പോലെ ഒരു ഫ്ലെയിം, ഒരു നാളമാണ് അതിലുണ്ടാവുക. അടുപ്പിൽ കത്തിച്ചാലോ, വിറകടുപ്പിലാണെങ്കിൽ ഇങ്ങനെ പാറി പടർന്നങ്ങോട്ട് കത്തും. ഒരു ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കാനാണെങ്കിലോ വലിയതാ. ഒരു കെട്ടിടമെങ്ങാനും തീപിടിച്ചാലോ വലിയ അഗ്നിയായി. എന്തൊക്കെയാ ഈ അഗ്നി ചെയ്യുന്നത്? ഗ്യാസ് അടുപ്പിനാണെങ്കിലോ മുല്ലമുട്ട് പോലെ ഇങ്ങനെ ധാരാളം പോലെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലാണ്. ഈ പല വിധത്തിലുള്ള ആകൃതികൾ അതാത് ഉപാധികളിൽ പ്രവേശിക്കുമ്പോൾ അഗ്നിക്ക് വരുന്നു എന്ന് അല്ലാതെ അഗ്നിക്ക് സ്വയം വല്ല പരിണാമവും പരിവർത്തനവും അതിൽ വരുന്നുണ്ടോ? ഇല്ല. ഒരു ശവം ദഹിപ്പിച്ചതുകൊണ്ട് അഗ്നിക്ക് ശവബാധ ഒന്നോ വരില്ല. നിവേദ്യമുണ്ടാക്കിയത് കൊണ്ട് അതിന് എന്തെങ്കിലും പവിത്രത വരുന്നുണ്ടോ? ഇല്ല. ഓരോ വിറകിൽ ചേരുമ്പോൾ പലതരത്തിലുമുള്ള നിറങ്ങളും പുകകളും വരുമ്പോൾ അഗ്നിയിൽ ദുർഗന്ധം പ്രവേശിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈശ്വരന്റെ സാന്നിധ്യം. മനുഷ്യനായും മൃഗമായും പക്ഷിയായും ഇഴജന്തുക്കളായും കൃമികീടങ്ങളായും ബാക്ടീരിയയായും എല്ലാമായി ഈശ്വരൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതാത് ഉപാധികളിലുള്ള വ്യത്യാസമല്ലാതെ ഒരിക്കലും ഈശ്വരന്റെ ആ ശരിക്കുള്ള സത്തയ്ക്ക് ഒരു മാറ്റവും വരണില്ല എന്നെനിക്ക് അഗ്നിയെ കണ്ട് പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വൈരുദ്ധ്യമില്ല ഈശ്വരനെ പറ്റി എന്ന് പറഞ്ഞു ധരിപ്പിക്കുന്നു അവധൂതൻ യദുചക്രവർത്തിയെ. സ്വമായയാ സൃഷ്ടമിതം സദസല്ലക്ഷണം വിഭു പ്രവിഷ്ടയതേ തത്തത് സ്വരൂപോ അഗ്നിരിവൈധസി. ഇപ്പൊ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതാണല്ലോ ലോകം മുഴുവനും. ആ പഞ്ചഭൂതങ്ങളോട് കൂടിയാണ് നമുക്ക് സംസർഗം. ആ സംസർഗത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത് എന്താ? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്ന 5 അനുഭവങ്ങളോ ഗുണങ്ങളോ ആണ്. ഈ 5 ഗുണങ്ങൾ പഞ്ചഭൂതങ്ങളുടേതാണത്രേ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഇത് അനവധി തവണ വായിച്ചും കേട്ടും മനസ്സിലാക്കിയും ഉറപ്പിക്കേണ്ടതാണ്. എനിക്കത് പറയാതെയും പറ്റില്ല, നിങ്ങൾക്കത് കേൾക്കുന്നത് നന്നായും ഇരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം. പൃഥിവി, ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. ഇനി ജലമാണ് രണ്ടാമത്തെ പഞ്ചഭൂതത്തിൽപ്പെട്ടത്. ജലത്തിന്റെ ഗുണമാണ് രസം. വായുവിന്റെ ഗുണമാണ് സ്പർശം. അഗ്നിയുടെ ഗുണമാണ് രൂപം അല്ലെങ്കിൽ നിറം. ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. ശബ്ദസ്പർശ രൂപ രസഗന്ധം, ഇങ്ങനെയാണ് ഇതിനെ പറയേണ്ടത്. പക്ഷെ സ്വതവേ പറയുമ്പോൾ ശബ്ദസ്പർശ രസരൂപഗന്ധം എന്നങ്ങോട്ട് പറയും. ആകാശത്തിൽ നിന്ന് തുടങ്ങിയാൽ ശബ്ദം. ശബ്ദഖേ പൗരുഷം ഋഷു എന്ന് ഗീതയിൽ പറയുന്നത് പോലെ ആകാശത്തിൽ നിന്നാണ് ശബ്ദം. വായുവിൽ നിന്ന് സ്പർശം, അഗ്നിയിൽ നിന്ന് രൂപം, ജലത്തിൽ നിന്ന് രസം, ഭൂമിയിൽ നിന്ന് ഗന്ധം. ഈ 5 എണ്ണത്തിലൂടെയാണ് നമ്മുടെ അനുഭവങ്ങളും വളർച്ചയും എല്ലാം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇത് മുഴുവനും അനുഭവിക്കാനാണ്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, തൊലി കൊണ്ട് സ്പർശിക്കുന്നു. അപ്പം നമ്മുടെ ശരീരം തന്നെ ഈ പഞ്ചഭൂതങ്ങളെ ഉണരാനും അനുഭവിക്കാനുമാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവനും ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആ പഞ്ചഭൂതങ്ങൾ എത്രത്തോളം നമ്മെ സഹായിക്കുന്നു, തുണയ്ക്കുന്നു. അവരോട് കൂടിയിട്ടുള്ള സംസർഗം. ഒരു
കുട്ടിയെ പെറ്റ് അങ്ങോട്ട് നിലത്ത് വീഴുകയാണെങ്കിൽ ആദ്യം ഭൂസ്പർശം ചെയ്യുമ്പോൾ സ്പർശമാണ് അതിന് ആദ്യമായിട്ട് കിട്ടുന്ന അനുഭവം. ബാക്കി എന്തോ ആവട്ടെ, ഭൂമി വിശാലമാകാം, പക്ഷെ ആ കുട്ടിക്ക് കിട്ടുന്നത് സ്പർശം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അതുമാതിരി അമ്മ എടുത്ത് കയ്യിൽ വയ്ക്കുമ്പോൾ സ്പർശമാണ്. അമ്മ മുലയൂട്ടുന്ന സമയത്തോ അതിനുണ്ടാവുന്നത് രസമാണ്. അമ്മ എന്തെങ്കിലും കണ്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് തന്നെ കരഞ്ഞു നോക്കിയാൽ ആ കരച്ചിൽ അത് തന്നെ കേൾക്കുമ്പോൾ ശബ്ദമുണ്ടാവും അമ്മ പറയുമ്പോൾ. ഇങ്ങനെ ഓരോന്ന് അതിൽ നിന്നാണ് മനസ്സ് രൂപപ്പെടുന്നത്, മനസ്സിൽ നിന്നാണ് ബുദ്ധി രൂപപ്പെടുന്നത്. മനസ്സും ബുദ്ധിയുടെ വളർച്ച കൊണ്ടാണ് ബാക്കിയെല്ലാം നമ്മുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ അവിടുന്നാണ്. അപ്പോൾ ഭർതൃഹരി പറയുന്നുണ്ട്, ഈ പഞ്ചഭൂതങ്ങളോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ്, നിങ്ങളെ എല്ലാവരെയും ഞാൻ നമസ്കരിച്ചതാ. അവസാനം എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തി ഞാനിതാ പിൻവാങ്ങുന്നു എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു ശ്ലോകം. ഞാൻ വിചാരിക്കും ഇതൊക്കെ നിങ്ങളോട് പറയണമെന്ന്. ആ വിചാരിക്കുന്നതോടൊപ്പം പറയണമെന്നും എനിക്ക് തോന്നും. നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാ പറയുക? ഈ മാതിരി സന്ദർഭങ്ങളിലാണല്ലോ എല്ലാറ്റിനെയും നോക്കി ആ കാഴ്ചയെ ദിവ്യമാക്കി തീർക്കുക എന്ന് പറയുന്നതാണ് ഭക്തി. നമ്മുടെ ജീവിതം തന്നെ ദിവ്യമാണ്. നമ്മുടെ ശരീരം ദിവ്യം, മനസ്സ് ദിവ്യം, ബുദ്ധി ദിവ്യം, നാം അധിവസിക്കുന്ന ഭൂമി ദിവ്യം, കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ദിവ്യമായി തീരണം. എങ്ങനെയാ എല്ലാറ്റിനെയും ദിവ്യമാക്കി തീർക്കുക? അദ്ദേഹം പറയാണ്, മാതർമേദിനി താതമാരുത സഖേ തേജസ്സു ബന്ധോ ജല ഭ്രാതർവ്യോമനിബദ്ധയേഷ ഭവതാം അന്ത്യഃ പ്രണാമാഞ്ജലി യുഷ്മത്സംഗവശോപജാത സുഹൃതസ്ഫാരസ്ഫുരൻ നിർമ്മല ജ്ഞാനാപാസ്തസമസ്തമോഹമഹിമാലീയേ പരബ്രഹ്മണീ. എത്ര വിശേഷപ്പെട്ട ഭാവനയാ! നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉത്തുംഗമായിരിക്കുന്ന ഭാവന, അതിൻ്റെ ഒരു വിളനിലമാകട്ടെ നിങ്ങളുടെ മനസ്സുകൾ. നിങ്ങളുടെ ശരീരം എവിടെയോ ഇരിക്കട്ടെ, വീട്ടിലോ നാട്ടിലോ ഉദ്യോഗസ്ഥലത്തോ എവിടെയോ ആവട്ടെ, മനസ്സ് ഉത്തുംഗതയിലായിരിക്കണം വിഹരിക്കുന്നത്. മാതർമേദിനി താതമാരുത സഖേ തേജസ്സു ബന്ധോ ജല ഭ്രാതർവ്യോമ നിബദ്ധ യേഷ ഭവതാമന്ത്യഃ പ്രണാമാഞ്ജലി. മാതർമേദിനി, ഭൂമിയെ അമ്മയായിട്ട് അഭിസംബോധന ചെയ്യുന്നു ഭർതൃഹരി. മേദിനി മാതഃ, താതമാരുത സഖേ, മരുത് എന്ന് പറഞ്ഞാൽ വായു. ആ വായു താതനാണെന്ന്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും ആരാ? അമ്മ ഭൂമി, അച്ഛൻ വായു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ വായു ശ്വസിക്കണം. എപ്പോഴെങ്കിലും ഒരു പിതൃബോധം ആ വായുവെ സംബന്ധിച്ചുണ്ടോ? അച്ഛനില്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ട്. അച്ഛൻ മരിച്ചു പോയാലും കുട്ടികൾ ജീവിക്കും. വായു ഇല്ലാതെ നിങ്ങൾ ജീവിക്കുമോ? ഭൂമിയില്ലാതെ നിങ്ങളുടെ ജീവിതമുണ്ടോ? ആരാ നമ്മുടെ അച്ഛനും അമ്മമാരപ്പോൾ? അമ്മ പ്രസവിച്ചിട്ട് നിങ്ങളെ പുറത്തേക്ക് വിട്ടിരിക്കുക. ഭൂമിയാണ് ഏറ്റുമേടിക്കുന്നത്. ചാവുന്നവരെയും ചെത്തിട്ടും ഭൂമിയിലാണ് നമ്മുടെ നിൽപ്പ്. അപ്പോൾ ഭൂമിയാണോ നമ്മളെ താങ്ങി നിർത്തുന്ന അമ്മ, അതോ പെറ്റമ്മയോ? ആലോചിക്കേണ്ട കാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് മതിൽ കെട്ടരുത് കേട്ടോ, മതിൽ കെട്ടരുത്. മാതർമേദിനി താതമാരുത സഖേ തേജഃ, അഗ്നി എൻ്റെ സഖാവാണ്, സ്നേഹിതൻ. സുബന്ധോ ജല, വെള്ളം എൻ്റെ ബന്ധുവാണ്. ഭ്രാതർവ്യോമ, ആകാശം എൻ്റെ സഹോദരനാണ്. അപ്പം എന്തൊക്കെയായി? അമ്മ, അച്ഛൻ, സ്നേഹിതൻ, ബന്ധു, സഹോദരൻ. മാതർമേദിനി താതമാരുത സഖേ തേജസ്സു ബന്ധോ ജല ഭ്രാതർവ്യോമ നിബദ്ധയേഷ ഭവതാമന്ത്യഃ പ്രണാമാഞ്ജലി. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും 5 കൂട്ടർക്കും വേണ്ടിയിട്ട് ദാ അവസാനമായി ഞാൻ അഞ്ജലീബദ്ധനായി എൻ്റെ കൃതജ്ഞത, എൻ്റെ കൂറ്, എൻ്റെ കടപ്പാടിതാ അറിയിക്കുന്നു. 5 കൂട്ടരെ. ഏഷ ഭവതാം അന്ത്യഃ പ്രണാമാഞ്ജലി. എന്തിനാ ഈ കൃതജ്ഞത പഞ്ചഭൂതങ്ങളോട്? ഇവിടെ അനേകം ആൾക്കാർ ജീവിച്ച് മരിക്കാറുണ്ട്. ആരെങ്കിലും പഞ്ചഭൂതങ്ങളോട് ഒരു കടപ്പാട് രേഖപ്പെടുത്തി പോയവരുണ്ടോ? സംശയമാണ്. ചിലരൊക്കെ വേണമെങ്കിൽ നിളാനദി എനിക്ക് വലിയ താല്പര്യമാണ്, ഗംഗയെ വലിയ താല്പര്യമാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭസ്മം അവിടെ കുറച്ച് കൊണ്ടിടണം എന്നൊക്കെ പറയും. എൻ്റെ ഭസ്മം അവിടെ കൊണ്ടിടണം. ജീവിച്ചിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണു എന്നുള്ളതാണ് നമുക്കിവിടെ മുഖ്യം. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുകയാണ്, യുഷ്മത്സംഗവശോപജാത സുഹൃതസ്ഫാരസ്ഫുരൻ നിർമ്മല ജ്ഞാനാപാസ്ത സമസ്തമോഹമഹിമാ. ഒറ്റ വാക്കാത്. ഏത്? യുഷ്മത്സംഗവശോപജാത സുഹൃതസ്ഫാരസ്ഫുരൻ നിർമ്മല ജ്ഞാനാപാസ്ത സമസ്ത മോഹമഹിമാ.
ഒറ്റ വാക്കാ, സംസ്കൃതത്തിൻ്റെ വിശേഷാൽ. ലീയേ പരബ്രഹ്മണീ, ഞാൻ പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോവാ. കണ്ടോ? അതെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ശരീരം പ്രാണഹീനമാവും കേട്ടോ. ഉറുമ്പും പൂച്ചയും ചാവുന്ന മാതിരി ഞാൻ ചാവും എന്നല്ല പറയുന്നത്. പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോണു എന്നാ പറയുന്നത്. പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോണൂന്ന്. ആ ലയത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് ഒരു നിലയ്ക്ക് ശരീരം. അപ്പോൾ ഉണ്ടായ ശരീരം വീണാൽ വെള്ളത്തിലൊരു കുമളയുണ്ടായി. ആ കുമള എങ്ങനെയാ? പരന്ന് കിടക്കുന്ന വെള്ളം. കുമിള എന്ന് പറയുമ്പോൾ അതിൽ പൊന്തി വന്നു, പളങ്ക് പോലെ അങ്ങനെ ഉരുണ്ടിരിക്കുന്നുണ്ട്. ഒരു നെല്ലിക്കോളം വലിപ്പമുള്ളതാണ്. ആ കുമിള ഇങ്ങനെ പൊന്തി നിൽക്കുക, വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കില്ല. അത് പൊട്ടിയാൽ എന്തുണ്ടാവും? കാറ്റിൻ്റെ പാട്ടിൽ പോവും, ആ വെള്ളം വെള്ളത്തിൽ ചേരും. അതുപോലെയാണ് മരണത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഒരൊറ്റ ആളും ഇതല്ലാതെ മറ്റൊരു തരത്തിൽ ധരിക്കരുത്. നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? മരണം ഇതാണ്. എന്ത്? ഒരു കുമള പോലെ നമ്മുടെ ഉള്ളിൽ കുറച്ച് വെള്ളവും വായുവും കൂടി കടന്നിട്ട് ഇങ്ങനെ ഒരു കുമള പോലെ നിൽക്കുക പരബ്രഹ്മത്തിൽ. ആ കുമള അങ്ങോട്ട് പൊട്ടിയാലോ ബ്രഹ്മത്തിൽ ലയിക്കുകയായി. നിങ്ങൾ വിചാരിക്കുക എന്തു വരുമാവോ, ആരാണാവോ കഴുത്ത് പിടിച്ച് ഞെക്കുക? ഒന്നും ഉണ്ടാവില്ല. പരബ്രഹ്മത്തിലാണ് ലയിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പരമജ്ഞാനം, ഇതാണ് പരമമായ അനുഭവം, എംബോഡിമെന്റ്. ഈ പരബ്രഹ്മം തന്നെയാണ് നമ്മുടെ ദേഹം ഉണ്ടാക്കി അതിൽ അധിവസിക്കുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞുവല്ലോ, പ്രവിഷ്ട ഈയതേ തത്തത് എന്ന്. സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷം ഈശ്വരൻ തന്നെ അതിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞുവല്ലോ. അതുപോലെ പരബ്രഹ്മം തന്നെയാണ് ഈ ദേഹക്കുമിളയായിരിക്കുന്നത്. ആ കുമിള പൊട്ടിയാൽ ആ പൊന്തി നിൽക്കുന്ന ജലം താന്ന് ആ സമുദ്രത്തിൽ അങ്ങോട്ട് ചേരുന്നത് പോലെ നമ്മൾ പരബ്രഹ്മത്തിൽ ലയിക്കുകയായി. അതാണെന്നുള്ള അറിവാണ് നാം സമ്പാദിക്കേണ്ടത് മനുഷ്യനായി ജനിച്ചാൽ. ഭർതൃഹരിത തുറന്ന് പറയുന്നു. ഇതുപോലെ തുറന്ന് പറയുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. ഭർതൃഹരിക്ക് എന്താ അത്ര അഹങ്കാരം, ഗർവ് എന്ന് വിചാരിക്കേണ്ട ഒരു ചോദ്യം അവിടെ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയാണ്. യുഷ്മത് സംഗവശോപജാത സുഹൃതസ്ഫാരസ്ഫുരൻ നിർമ്മല ജ്ഞാനാപാസ്ത സമസ്ത മോഹമഹിമാ. യുഷ്മത് സംഗ, ജനിച്ചത് മുതൽക്ക് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ ആ ഗർഭപാത്രത്തിലുള്ള ചൂടും എന്നെ ആവരണം ചെയ്ത് നിൽക്കുന്നതായ ആ പ്ലസൻ്റ മുതലായിട്ടുള്ളതുണ്ടല്ലോ, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, അതായിരുന്നു എൻ്റെ സംസർഗം. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി ഞാൻ കാറ്റ് സ്വന്തമായി എടുത്തു തുടങ്ങി, വെള്ളം സ്വന്തമായിട്ട് കുടിച്ചു തുടങ്ങി, ഭൂമിയെ സ്പർശിച്ചു തുടങ്ങി, ശബ്ദം കേട്ടു തുടങ്ങി, നാവ് കൊണ്ട് രസിച്ചു തുടങ്ങി. മനസ്സിലാക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ഈ പഞ്ചഭൂതങ്ങളോട് കൂടിയിട്ടുള്ള സംസർഗമാണ് ഒറ്റയ്ക്ക് ജനിച്ച ജീവൻ ജനിച്ചത് മുതൽക്കുണ്ടാവുന്നത്. യുഷ്മത് സംഘ, നിങ്ങളുമായിട്ടുള്ള സംഘം, ആ വാക്ക് കേട്ടോളൂ, സംഘം, നിങ്ങളുമായിട്ടുള്ള ചേർച്ച, സഹവാസം. ആ സഹവാസത്തിൽ നിന്ന് വശോപജാത, ആ സംഘത്തിൽ നിന്നുണ്ടായിട്ടുള്ള സുഹൃതസ്ഫാരസ്ഫുരൻ നിർമ്മല, ആ സഹവാസത്തിൽ നിന്ന് ആണ് എല്ലാ അനുഭവങ്ങളും. ആ അനുഭവങ്ങൾ പരിണമിച്ചുണ്ടായിത്തീരുന്നതാണ് അറിവ്. ആ അറിവാണ് പിന്നെയുള്ള ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളുമായി സ്ഥിരം നിരന്തരം നടക്കുന്ന സംസർഗം, ആ സംസർഗത്തിൽ നിന്ന് ജനിക്കുന്നതായ അറിവ്, ആ അറിവിൽ നിന്ന് സുഹൃതവശങ്ങൾ പലതുമുണ്ട് ഇതിന്. ആ സുഹൃതത്തിൽ നിന്ന് സ്ഫാരസ്ഫുരൻ നിർമ്മല ജ്ഞാന, അതിൽ നിന്ന് ഞാൻ പലതും ആലോചിച്ചു, ഗ്രഹിച്ചു, എനിക്ക് ജ്ഞാനമുണ്ടായി, വൈരാഗ്യമുണ്ടായി, ഭക്തി ഉണ്ടായി, എൻ്റെ മനസ്സ് പവിത്രമായി. പവിത്രമായപ്പോൾ എനിക്ക് പുണ്യപാപങ്ങളെല്ലാം പോയി, നിർമ്മല മനസ്സായി, അതിസൂക്ഷ്മമായ ബുദ്ധിയായി, അതിൽ പരമജ്ഞാനം അങ്കുരിച്ചു. ആ ജ്ഞാനം കൊണ്ട് അപാസ്ത സമസ്ത മോഹമഹിമാ, എൻ്റെ മനസ്സിലുള്ള ഭ്രമങ്ങളും മോഹങ്ങളും എല്ലാം തീർന്നു. എനിക്ക് ഒരാഗ്രഹവുമില്ല, ആവശ്യവുമില്ല. ഞാൻ പൂർണ്ണനാണ്, ആപ്തകാമനാണ്. എനിക്കിനി അശുദ്ധി എന്നൊരു ഭയമില്ല, പാപം എന്നൊരു പേടി സ്വപ്നമില്ല, ഒന്നുമില്ല. പഞ്ചഭൂതങ്ങളും ഞാനുമാണ് ഇവിടെ സംസർഗം നടക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ഒന്നും പാപികളല്ല. സംസർഗം നടത്തുന്നത് എൻ്റെ ഉള്ളിലുള്ള ജീവനാണ്, അതും പാപിയല്ല. അപ്പോൾ ഇവിടെ പാപത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് എനിക്ക് പുണ്യമൊട്ട് ആവശ്യമില്ല. ഞാൻ പാപപുണ്യ അതീതനായി. അങ്ങനെ പാപത്തെയും പുണ്യത്തെയും അതിജീവിക്കത്തക്ക വിധത്തിലുള്ള വിശേഷപ്പെട്ട ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു ആത്മജ്ഞാനം എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചത് നിങ്ങളുടെ സംസർഗം മൂലമാണ്. അപ്പം നിങ്ങളുടെ സംസർഗത്തിന് ഞാൻ അങ്ങേയറ്റം വിലമതിക്കുന്നു. നിങ്ങളോട് എനിക്ക് അങ്ങേയറ്റത്തെ ആദരവുണ്ട്, കൂറുണ്ട്, കടപ്പാടുണ്ട്. അത് മുഴുവനും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്
നിബദ്ധയേഷ ഭവതാം അന്ത്യഃ പ്രണാമാഞ്ജലി. എൻ്റെ ജീവിതത്തിൽ പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോവാണ്. അതിനു മുൻപ് ഞാൻ അഞ്ജലിബദ്ധനായി നിങ്ങളോടുള്ള കൂറും കടപ്പാടും എനിക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് എല്ലാവർക്കും വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് ലീയേ പരബ്രഹ്മണി, പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോവുകയാണ്. എന്തു പറയുന്നു ഈ ശ്ലോകം? ഞാൻ കണ്ടത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. കണ്ടത് മുതൽക്ക് അതിനോട് എനിക്ക് തോന്നിയ താതാത്മ്യവും വാത്സല്യവും ഉണ്ടല്ലോ, അതാണ് നിങ്ങളോടിപ്പോൾ പറയാൻ കാരണം. നല്ല വൃത്തമാണ്, മാത്രയാണ്. മാതർമേദിനി താതമാരുത സഖേ തേജസ്സുബന്ധോ ജല ഭ്രാതർവ്യോമനിബദ്ധയേഷ ഭവതാമന്ത്യഃ പ്രണാമാഞ്ജലി. യുഷ്മത്സംഗവശോപജാത സുഹൃദസ്ഫാരസ്ഫുരൻ നിർമ്മല ജ്ഞാനാപാസ്തസമസ്തമോഹമഹിമാ ലീയേ പരബ്രഹ്മണി, ലീയേ പരബ്രഹ്മണി. വൈരാഗ്യ ശതകത്തിലുള്ള ശ്ലോകമാണിത്. ഭർതൃഹരിയുടെ ആപോഗ്നിശ്ചന്ദ്രമാ രവിഹി. ചന്ദ്രനെ പറ്റിയിട്ടാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞ് ചന്ദ്രൻ, സൂര്യൻ. സാധാരണ പഞ്ചഭൂതങ്ങൾ നമ്മളോട് കൂടി എപ്പോഴും പൊരുന്ന് ജീവിക്കുന്നതാണ്. ഭൂമിയിലാണ് നമ്മളെ പെറ്റു വീഴുന്നത്. ആ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ. വെള്ളം കുടിക്കുന്നു, വായു ശ്വസിക്കുന്നു, ചൂട് നമ്മുടെ ശരീരത്തിലുണ്ട്, ആകാശം പിന്നെ എല്ലായിടത്തുമുണ്ട്. ഈ പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിദൂരത്തിലുള്ള സാധനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ ഒന്ന് സൂര്യനും പിന്നെ ഒന്ന് ചന്ദ്രനുമാണ്. അതിലിവിടെ നമ്മുടെ അവധൂതൻ ചന്ദ്രനെയാണ് ആദ്യമായിട്ട് ഉദാഹരിക്കുന്നത്, പിന്നെയാണ് സൂര്യനിലേക്ക് പോകുന്നത്. വാസ്തവത്തിൽ ഈ ചന്ദ്രൻ സൂര്യകിരണങ്ങൾ പ്രതിബിംബിച്ചു വരുന്ന പ്രകാശമാണല്ലോ. എന്നാലും ചില പാഠങ്ങളൊക്കെ ചന്ദ്രനിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. മാത്രമല്ല, ചന്ദ്രനിലുണ്ടാവുന്ന വൃദ്ധിക്ഷയങ്ങളും അമാവാസി പൗർണമി എന്ന് പറയുന്ന പരിണാമങ്ങളും മനുഷ്യ മനസ്സിനെ കാര്യമായിട്ട് ബാധിച്ചു കാണാനുണ്ട്. അമാവാസി ദിവസം, പൗർണമി ദിവസം ലോകത്ത് കൊലപാതകങ്ങൾ തന്നെ കൂടുതലാണല്ലേ, ആത്മഹത്യയും കൂടുതലാണെന്ന് പറയുന്നു. അപ്പം മനുഷ്യന്റെ മനസ്സിനെ കാര്യമായി സ്വാധീനിക്കുന്നതാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രകാശം പ്രതിബിംബിതമാണെങ്കിലും എന്തായാലും ചന്ദ്രനെയാണ് നമ്മുടെ അവധൂതൻ കൃഷ്ണൻ രണ്ടുപേരും ആദ്യമായിട്ട് ഉദാഹരിക്കുന്നത്. വിസർഗാദ്യാഹ ശ്മശാനാന്താഹ ഭാവാദേഹസ്യനാത്മനഃ കലാനാമിവ ചന്ദ്രസ്യ കാലേനാവ്യക്തവർത്മന. ഈ അധ്യാത്മം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ അവിടെ ആത്മശബ്ദം ഉൾപ്പെട്ടുകൊണ്ടാണ് അധ്യാത്മശബ്ദം നിൽക്കുന്നത്. അതുകൊണ്ട് അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മസംബന്ധമായത് എന്ന് തന്നെ ആ വാക്കിന് സ്ഫുരണമുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിൽ ആത്മ എന്നുള്ളത് വന്നോളണമെന്നില്ല. അപ്പം ദാർശനികമായി ചിന്തിക്കുമ്പോൾ ആ ദാർശനിക ചിന്തയിൽ ആത്മാവിന് വലിയൊരു സ്ഥാനമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. എല്ലാ ദാർശനിക ചിന്തയും സ്വന്തം ഉള്ളിലുള്ള ആത്മാവിനെ വലയം ചെയ്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അപ്പം ചന്ദ്രനെ പറ്റി പറയാണ്, വിസർഗാദ്യാഹ ശ്മശാനാന്താഹ ഭാവാദേഹസ്യനാത്മനഃ. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് എവിടുന്നാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മൾ പറയും, പ്രസവിച്ച് വീണ് ഭൂസ്പർശം ചെയ്ത ഉടനെയാണ് ഒരുത്തിന് ജാതകം എഴുതുക. ഭൂസ്പർശം എപ്പോൾ നടന്നു അതാണ് ജന്മം. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയാണോ? അല്ല. എന്താ കാരണം? ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ജനിക്കില്ല. ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് ഒരു വളർച്ച ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വളർച്ച എവിടെയാണ് നടക്കുന്നത്? ഗർഭപാത്രത്തിൽ, അമ്മയുടെ. അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർച്ച തുടങ്ങിയത് എപ്പോഴാണ്? ഗർഭാധാനം മുതൽക്ക്. എല്ലാ ദിവസവും ഗർഭാധാനം ഉണ്ടാവില്ല. കല്യാണം കഴിച്ചവർ സ്ത്രീ പുരുഷ സംസർഗത്തിൽ ഏർപ്പെടുന്നതൊക്കെ അങ്ങനെ ഗർഭാധാനം ഉണ്ടാവാറില്ല. ചില ആൾക്കാർക്കൊക്കെ 2 കുട്ടികൾ, 3 കുട്ടികൾ, 4 കുട്ടികളൊക്കെ ഉണ്ടാവും. ആ 4 കുട്ടികൾ ഉണ്ടാവാൻ ഓരോ കുട്ടിക്കും ഓരോ ഗർഭാധാനം എന്നുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാണ് ജന്മത്തിൻ്റെ തുടക്കം. അപ്പോൾ വിസർഗം എന്നുള്ള ശബ്ദത്തിന് ഇവിടെ അർത്ഥം കൺസെപ്ഷൻ എന്നാണ്. എപ്പോഴാണോ ഭാര്യയുടെ ഗർഭത്തിൽ ബീജം ആധാനം ചെയ്യുന്നത്, ആ ആധാനം ചെയ്യുന്ന ആ സമയം മുതൽക്കാണ് ഒരു കുഞ്ഞിൻ്റെ ഉത്പത്തി. അപ്പം വിസർഗം മുതൽക്ക് തുടങ്ങി ശ്മശാനാന്താഹ. ഭാരതീയ തത്വചിന്തയുടെ സമഗ്രത എപ്പോഴും ഇപ്പോഴാണ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ മതം എന്നുള്ളൊരു സംഗതിയെ പറ്റി നമ്മൾ പറയാറില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എവിടുന്നാ തുടങ്ങുക? നമ്മുടെ വേദത്തിൽ കാണാം. എന്ത്? നാസദാസീത് നോസദാസീത് തദാനീം. വേദം എന്ന് പറയുന്നത് എന്താ? ഉപരിദേവതകളെ സ്തുതിച്ച് തൃപ്തിപ്പെടുത്തി നമ്മുടെ ജീവിതം സുഭഗമാകാനുള്ള
പല കർമ്മമാർഗങ്ങളും നിഷ്ഠകളും യാഗങ്ങളും യജ്ഞങ്ങളും സന്ധ്യാവന്ദനാദി കർമ്മങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നതാണ്. ആ ഋഗ്വേദത്തിൻ്റെ ഉള്ളിൽ സൂക്ത നിർഭരമായിരിക്കുന്ന, സ്തുതി നിർഭരമായിരിക്കുന്ന ഋഗ്വേദത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സൂക്തമാണ് നാസദീയ സൂക്തം. അവർ ഉപരിദേവതകളെ സ്തുതിക്കുന്നു എന്നുള്ളത് ശരിയാണ്, ഈശ്വര വിശ്വാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വൈദിക ചിന്തകന്മാർ അവിടെ നിർത്തിയില്ല. അവർക്ക് മുകളിൽ നോക്കിയപ്പോൾ കോടാനുകോടി ഗോളങ്ങളെയാണ് കണ്ടത്. ഈ ഗോളങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന ആകാശം അനന്തമാണ്. ആകാശമാണെങ്കിൽ അവ്യക്തമാണേനും, ഗോളങ്ങളെ പോലെയല്ല. അപ്പോൾ ഗോളങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയാൽ ഒരു പറ നെല്ലോളം കൂടി ഉണ്ടാവില്ല. ആ ഒരു പറ നെല്ല് ആവരണം ചെയ്ത് അനന്തമായിരിക്കുന്ന ആകാശകോശം നിൽക്കുന്നു. അപ്പോൾ ഈ ആകാശകോശത്തിൽ നിന്നല്ലേ ഈ ഗോളങ്ങളൊക്കെ ഉണ്ടായത്? അതെ. അപ്പോൾ ഗോളങ്ങളായപ്പോൾ അവർക്ക് വ്യക്തത വന്നു. ഓരോ ഗോളത്തിനും ഓരോ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഗോളത്തിൽ നിന്നാണ് നമുക്ക് ചൂടും പ്രകാശവും കിട്ടുന്നത്. ചന്ദ്രനിൽ നിന്ന് ശീതകിരണങ്ങൾ കിട്ടുന്നു. ഇനി ശുക്രൻ, വ്യാഴൻ, ശനി എന്ന് തുടങ്ങിയ ഗ്രഹങ്ങളുണ്ട്. ഇവയൊക്കെ പ്രകൃതവും അന്തരീക്ഷവും നമുക്ക് അറിയില്ല. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലാണ് വെള്ളം, ചൂട്, തണുപ്പ്, സൂര്യപ്രകാശം, ഭക്ഷണം ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവ ജീവജാലങ്ങൾ. അപ്പം ഞാൻ എപ്പോഴും പറയും, വെനെവർ ദർ ആർ ലൈഫ് പ്രൊമോട്ടിംഗ് കണ്ടീഷൻസ് അവൈലബിൾ ഇൻ എ പ്ലാനറ്റ്, ഓട്ടോമാറ്റിക്കലി വിൽ ഇവോൾവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലൈഫ്. ഈ ഭൂമിയെപ്പോലെ ഇനിയൊരു ഭൂമി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്ത് പറയാൻ നമുക്ക് സാധിക്കില്ല. ഈ ഭൂമി എങ്ങനെ ഉണ്ടായി? അതുപോലെ ഇനിയും ഭൂമികൾ ഉണ്ടാവാം. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ഉണ്ടായപ്പോൾ ഇതുപോലെ ഇനിയും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതൊക്കെ ഉണ്ടായത് ശൂന്യമെന്ന് തോന്നുന്ന ആകാശത്തിൽ നിന്നാണ്. ഈ ആകാശം എന്നൊന്ന് ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അതിന് ഈ ഗോളങ്ങൾ വേണം. ഈ ഗോളങ്ങളെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ആകാശവും കൂടി അദൃശ്യമായി പോകും. അത് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും. സി, ഓബ്ജക്ട്സ് ആൻഡ് സ്പേസ് ക്യാൻ ഓൺലി കോ എക്സിസ്റ്റ് ആൻഡ് ഗോ ടുഗദർ. വസ്തുക്കളും ആകാശവും ഒരുമിച്ചേ പ്രത്യക്ഷപ്പെടുന്നു. വസ്തുക്കളില്ലെങ്കിൽ ആകാശത്തെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. ആകാശമില്ലെങ്കിൽ വസ്തുക്കളും ഉണ്ടാവില്ല. അപ്പോൾ വസ്തുക്കളെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആകാശം എന്നുള്ള ആ സങ്കല്പം തന്നെ പോവും നമുക്ക്. അപ്പോൾ ഈ ആകാശം ശൂന്യമായിരിക്കുന്ന ഒരു ആകാശത്തിലാണ് ഈ ഗോളങ്ങൾ ഉണ്ടായത്. അപ്പോൾ അവരുടെ ചിന്ത പോയിട്ട് എന്തായി? ആദ്യമാദ്യം നമ്മുടെ ഭൂമി. ഇപ്പോൾ ഭൂമി സൂര്യനിൽ നിന്ന് വന്നതാണെങ്കിൽ സൂര്യൻ എവിടെ നിന്ന് വന്നു? വേറൊരു സ്ഥലത്തുനിന്ന്. അവസാനം ഇതൊക്കെ ഉണ്ടായത് എവിടുന്ന്? ഒന്നുമല്ലായ്മയിൽ നിന്ന്. അപ്പോൾ ആ ഒന്നുമില്ലായ്മയെ ഒന്നുമില്ലായ്മ എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ലായ്മയാണെങ്കിൽ അതിൽ നിന്ന് എല്ലാം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒന്നുമില്ലായ്മയാണെങ്കിലും എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ശക്തി അതിനുണ്ടാവണം. അപ്പോൾ എല്ലാം ഉണ്ടാക്കാനുള്ള ശക്തി ഉള്ളതിനെ ഒന്നുമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇത് ശരിയാവുമോ? ശരിയാവില്ല. ഇങ്ങനെയാണ് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ണിനെത്താൻ പറ്റാത്തിടത്തേക്ക് നാം എത്തിച്ചേരുന്നത്. ഇതാണ് ബുദ്ധി കൊണ്ടുള്ള തീർത്ഥയാത്ര. അപ്പോൾ വേദങ്ങളിൽ സ്തുതി ഗീതം എന്ന് പറയുന്ന വേദങ്ങളിൽ നാസദാസീത് നോസദാസീത് തദാനീം, ആ സമയത്ത് അസത്തും ഇല്ല സത്തും ഇല്ല, അസത്തും ഇല്ല സത്തും ഇല്ല. സത്ത് എന്ന് പറഞ്ഞാൽ എന്നെന്നും നിൽക്കുന്നത്, അസത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്തത്. അപ്പോൾ ഈ ഗോളങ്ങളെല്ലാം ഉത്പത്തിയാകുന്നതിന് മുൻപ് ആകാശം എന്ന് പറയുന്ന സങ്കല്പം പോലും അടിസ്ഥാനരഹിതമായിരിക്കെ എന്തായിരുന്നു എന്നൊരു ചോദ്യമാണ്. അതിനെ ഇല്ലായ്മ എന്നും പറഞ്ഞുകൂടാ, ഉന്മ എന്നും പറഞ്ഞുകൂടാ. ഇങ്ങനെയാണ് അവർ ചിന്തിച്ചത്. ഞാനിത് എന്തിനാ പറഞ്ഞത്? വിസർഗാദ്യാഹ ശ്മശാനാന്താഹ. അപ്പം നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ തുടക്കം വിസർഗമാണ്. എന്താ ഈ വിസർഗം? വിവാഹിതർ തമ്മിൽ ലൈംഗികമായിരിക്കുന്ന സംസർഗം, സംയോഗം നടത്തി ആ ഗർഭം എന്ന് പറയുന്നതിൻ്റെ തുടക്കമുണ്ടല്ലോ, അവിടുന്ന് തുടങ്ങി ശ്മശാനാന്താഹ. മരിച്ചുപോയാൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും, അതുവരെ. അപ്പം ദേഹത്തിൻ്റെ തുടക്കം ബിന്ദുരൂപത്തിൽ, ബീജരൂപത്തിൽ ഗർഭപാത്രത്തിലാണ്. അവസാനം ആ ദേഹം നാമാവശേഷമാകുന്നത് ശ്മശാനത്തിൽ ദഹിപ്പിച്ചു കഴിയുന്നതോടുകൂടിയാണ്. വിസർഗാദ്യ ശ്മശാനാന്താഹ ഭാവാഹ ദേഹസ്യനാത്മനഃ. ഇങ്ങനെയുള്ള ഭാവങ്ങൾ മുഴുവനും ജനിച്ചപ്പോൾ ശിശു ബാലനായി, ബാലൻ കുമാരനായി, കുമാരൻ യുവാവായി, യുവാവ് വൃദ്ധനായി, അവസാനം നശിച്ചു. അപ്പോൾ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് തുടങ്ങിയിട്ടുള്ള പരിണാമങ്ങളുണ്ടല്ലോ, വിവിധ ദശകൾ. ദേഹസ്യനാത്മനഃ, ഇത് ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. ഈ ആത്മാ എന്നുള്ള ഒരു ഉണ്മയുണ്ടല്ലോ, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭാരതീയ തത്വചിന്തയും എവിടെയില്ല. ഈ ആത്മാ എവിടെയാ? അവനവൻ്റെ ഉള്ളിൽ.
നമ്മൾ പുറമേ അല്ല അതിനെ അന്വേഷിക്കുന്നത്, അവനവൻ്റെ ഉള്ളിലാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലുള്ള ഉള്ളുണ്മയുണ്ടല്ലോ, ആ ഉള്ളുണ്മയെ വിട്ടിട്ട് ഇവിടെ ഒരു ദേഹമില്ല. ദേഹമൊക്കെ കുമിള പോലെയാണ് വെള്ളത്തിലുള്ളത്, വന്നു പോകുന്നതാണ്. അപ്പം ആത്മാ എന്നൊരു സങ്കല്പത്തിന് ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല. അവധൂതന്മാർ അതിൽ കര കണ്ടവരാണ്. സന്യാസിമാരെന്തിനാ സന്യസിക്കുന്നത്? ആത്മാവിനെ അറിയാൻ മാത്രം. നിങ്ങളൊക്കെ വിചാരിക്കും സന്യാസി എന്ന് പറഞ്ഞാൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന്. സന്യാസശാസ്ത്രത്തിൽ ഒരു ക്ഷേമവും ഒരു പ്രവർത്തനവും അവർ ഏറ്റെടുക്കരുത്. അവർക്ക് ഒരു പ്രവർത്തനമേ ഉള്ളൂ. എന്താ? മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഉദ്ബുദ്ധമാക്കാൻ വേണ്ടി ലോകസംഗ്രഹാർത്ഥം തത്വോപദേശം ചെയ്യുക. നിങ്ങൾ ഈ സാമൂഹ്യക്ഷേമം എന്ന് ധരിക്കുന്നത് എന്താ? ശരീരത്തിന് വേണ്ട ഉപയോഗങ്ങൾ. ശരീരത്തിന് എന്തൊക്കെ വേണോ അതെന്താ? അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇതാണ് പ്രാഥമിക ആവശ്യങ്ങൾ. അത് നൽകുമ്പോഴാണ് നിങ്ങൾ വലിയ കേമായിട്ട് കണക്കാക്കണേ. എന്നാൽ ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെയല്ല. നമ്മുടെ ശരീരം തന്നെ നിലനിൽക്കുന്നത് മനസ്സിനും ബുദ്ധിക്കും വിനിയോഗിക്കാനാണ്. അപ്പോൾ ആ മനസ്സിന് ശാന്തിയും സന്തുഷ്ടിയും, ബുദ്ധിക്ക് വിവേകവും പ്രവർത്തനകുശലതയും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു വിദ്യാപ്രധാന പ്രസ്ഥാനമാണ്. അപ്പോൾ സന്യാസിമാർ ചെയ്യേണ്ട ലോകസംഗ്രഹം അധ്യാപനമാണ്. അധ്യാപനം. എന്തധ്യാപനം? ഭൗതിക വിദ്യാഭ്യാസമല്ല. സ്കൂളിലും കോളേജിലും ഗവേഷണ കേന്ദ്രങ്ങളിലും പഠിപ്പിക്കുന്നതായ ഭൗതിക ശാസ്ത്രമല്ല അവർ കൈകാര്യം ചെയ്യേണ്ടത്. അവർ കൈകാര്യം ചെയ്യേണ്ടത് മനഃശാസ്ത്രം, ബുദ്ധിശാസ്ത്രം, അധ്യാത്മശാസ്ത്രം. ആ അധ്യാത്മം എന്ന് പറയുമ്പോൾ അവിടെ ആത്മശബ്ദം വന്നു കഴിഞ്ഞു. ആ ആത്മാവാണ് ഇവിടെ കേന്ദ്രബിന്ദു. അതിനെ മനസ്സിലാക്കാത്ത ഒരു അവധൂതനാവില്ല. അതിനെ ആശ്രയിച്ച് അതിനെപ്പറ്റി വേണ്ടതുപോലെ ആധികാരികമായി ഗ്രഹിക്കാനും പറയാനും പറ്റാത്തവനെ ഒരു സന്യാസനിഷ്ഠൻ എന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഭാവാ ദേഹസ്യനാത്മനഃ കലാനാം ഇവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർത്മന. കലാനാം ഇവ ചന്ദ്രസ്യ. ഗർഭാധാനം മുതൽക്ക് ദഹനപര്യന്തം ഉള്ള എല്ലാ ഭാവങ്ങളും ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കി? ചന്ദ്രനെ കണ്ട്. എന്താ ഈ ചന്ദ്രനിൽ നടക്കുന്നത്? കലാനാമിവ ചന്ദ്രസ്യ. ചന്ദ്രൻ കലയോട് കൂടിയതാണ്. സൂര്യൻ അങ്ങനെയുള്ള കലാവിശേഷങ്ങളില്ല. എന്നും നാം സൂര്യനെ കാണുന്നത് ഒരുപോലെയാണ്. ആ വൃത്തത്തിൽ ഒരു കൂടലും ഒരു കുറവൊന്നുമില്ല. കാലത്തുദിക്കും, കുറച്ച് ചുവപ്പ് നിറം തോന്നും, അത് കഴിഞ്ഞാൽ വെളുപ്പ് നിറമാവും, അല്ലെങ്കിൽ വെളുപ്പ് ആ പ്രകാശത്തിൻ്റെ നിറമാവും, അങ്ങനെ അസ്തമിക്കും പോവും. ഇത്ര തന്നെയുള്ളൂ. 2 നേരം കുറച്ച് ചുവന്നിരിക്കും, ചൂടുരശ്മി ഇല്ലാതെ. ഒരു കുറവും കൂടുതൽ അതിൽ കാണില്ല. ഗ്രഹണം വരുന്ന സമയത്ത് മാത്രമേ സൂര്യബിംബത്തിന് ഒരു വലിപ്പക്കുറവ് കാണുള്ളൂ. ചന്ദ്രൻ അങ്ങനെയല്ല. 15 ദിവസം കൂടുമ്പോൾ വൃദ്ധിയും ക്ഷയവും. ആ ചന്ദ്രൻ്റെ വൃദ്ധിയിലും ക്ഷയത്തിലും ഈ ഭൂമിയിൽ വളരുന്ന ചെടികൾക്കും കായകൾക്കും പൂക്കൾക്കും കൂടി വ്യത്യാസമുണ്ട്. വെളുത്ത പക്ഷത്തിലുള്ള പൂക്കളുണ്ട്, കറുത്ത പക്ഷത്തിലുള്ള പൂക്കളുണ്ട്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാവും, പ്രസക്തമായി വരുമ്പോൾ അത് പറയണമല്ലോ. അപ്പോൾ ഈ ചന്ദ്രന് നമ്മുടെ ജീവിതത്തെയും മനസ്സെയും നിയന്ത്രിക്കാൻ വളരെയധികം സ്വാധീനമുണ്ട്. ആരും വിചാരിക്കരുത് ഈ ഭൂലോകത്തിലുള്ള ജീവജാലങ്ങൾ പെട്ടെന്ന് അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കുന്നു. നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല. സാപേക്ഷികത്വമാണ് നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, വളർച്ചയിൽ, ക്ഷയത്തിൽ, ജന്മത്തിൽ, മരണത്തിലൊക്കെ സാപേക്ഷികത്വമാണ്. അങ്ങനെ വരുമ്പോൾ കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർത്മന കാലേന. ഇന്നതാണെന്ന് നിരൂപിക്കാൻ പറ്റാത്തതായ കാലം. അവ്യക്തം. വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അസ്പഷ്ടമാണ് കാലത്തിൻ്റെ ഗതി. ആ കാലത്തിൻ്റെ ഗതിയിൽ കാലേന, കാലം വെച്ച് വെച്ചാൽ സമയം എന്ന് പറഞ്ഞാൽ പരിവർത്തനങ്ങളും പരിണാമങ്ങളും ഉണ്ടാക്കുന്നത്. പരിണാമങ്ങൾ കൊണ്ടും പരിവർത്തനങ്ങൾ കൊണ്ടുമാണ് നാം കാലത്തിനെ ഗണിക്കുന്നത്. ഞാനിതിന് മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും ചുരുങ്ങിയ സമയം സെക്കൻഡുകളെ കൂടി പങ്കിട്ട് പറയുന്നത്. കനം കുറഞ്ഞ ഉണങ്ങിയ ഇലയെടുക്കുക, അതൊരു 10-100 കൂട്ടിച്ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നല്ല മൂർച്ചയുള്ള സൂചി കൊണ്ട് ഒരു തുളയങ്ങോട്ട് വേഗത്തിൽ തുളയ്ക്കുന്ന സമയത്ത് ഒരിലയിൽ നിന്ന് പിന്നെ ഒരു ഇലയിലേക്ക് എത്താൻ പോകുന്ന സമയം എത്രയോ അതാണ് നമ്മളുടെ സമയത്തിൻ്റെ ആ ചെറിയ കണിക. ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ അങ്ങനെ സമയത്തിൻ്റെ ഒരു കണിക എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വസ്തുക്കളിൽ വരുന്ന മാറ്റമാണ് സമയത്തിനെ അളക്കാനുള്ള അളവുകോൽ. അത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ അവ്യക്തവർത്മന കാലേന, അസ്പഷ്ടഗതിയായിരിക്കുന്ന കാലത്താൽ നമ്മുടെ ശരീരം ഒരു കാലത്ത് ഗർഭാധാനം നടക്കുന്നു. ഗർഭാധാനത്തിന് മുൻപ് എന്തു വേണം? ഒരു യുവാവും ഒരു യുവതിയും വേണം. ആ യുവാവും യുവതിയും ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല.
അവരും മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ച് ഒരു 20-25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ അവർക്ക് 25 വയസ്സാകണമെങ്കിലോ അവരുടെ അച്ഛനമ്മമാരുണ്ടാവണം, പ്രസവിച്ചിട്ടുണ്ടാവണം. അവരുടെ അച്ഛനമ്മമാരുണ്ടാവണമെങ്കിലോ അവരുടെ അച്ഛനമ്മമാർ ഗർഭാധാനം മുതൽക്ക് കഴിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് ജനിക്കുക അല്ല. അപ്പോൾ എവിടെയായി? ഒരാളുടെ ജന്മം അന്വേഷിച്ച് ഗർഭാധാനത്തിലെത്തി. ആ ഗർഭാധാനത്തെ പരിശോധിച്ചപ്പോൾ 20-25 വയസ്സായി. അവരുടെ അച്ഛനമ്മമാരായി. അവിടെ നിന്ന് അങ്ങോട്ട് നീണ്ടുപോയി. ഈ നീണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ, ആ പോക്കിനെയാണല്ലോ കാലം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു തലമുറ, മുൻ തലമുറ, അതിന് മുൻ തലമുറ, അങ്ങനെ. അപ്പം അവ്യക്തവർമാവായിരിക്കുന്ന കാലത്തിനാൽ ചന്ദ്രസ്യ കലാനാം ഇവ, ചന്ദ്രന് വരുന്ന കലകളെപ്പോലെ ഒരു കലയല്ല. അമാവാസി ദിവസം ചന്ദ്രൻ തീരെ ഉണ്ടാവില്ല. പ്രഥമയായാലോ ഒരു ചെറിയ പൊട്ട്, പപ്പടത്തിൻ്റെ ഒരു പൊട്ട് പോലെ. ദ്വിതീയ ആയാലോ ഒന്നും കൂടി. അത് എല്ലാ പ്രഥമ ദ്വിതീയ 15 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ടോ ഒരു പൂർണ്ണ ചന്ദ്രൻ. അത് കഴിഞ്ഞാലോ എങ്ങനെ കൂടിയോ അതേപോലെ ഒരു ഭാഗം ടപ്പൊന്നും ഇല്ലാതെയാവും. അങ്ങനെ അവസാനം അമാവാസിക്കോ കാണയിൽ. പിന്നെ അതാ പുറപ്പെട്ടു. ആ അമാവാസി പോലെയാണ് നമ്മുടെ മരണം. അത് കഴിഞ്ഞിട്ട് പ്രഥമയ്ക്ക് വരുന്നത് പോലെയാണ് നമ്മുടെ ജനനം. പക്ഷേ ഈ ജനനം കൊണ്ടും മരണം കൊണ്ടും ഈ കലകളുടെ വരവ് കൊണ്ടും പോക്ക് കൊണ്ടും വാസ്തവത്തിൽ ചന്ദ്രന് ശരിയായിട്ടുള്ള ചന്ദ്രബിംബത്തിന് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. അതുപോലെ ആത്മാവിനുമില്ല. എവിടെ പോയി കാര്യങ്ങൾ? നോക്കൂ, ചന്ദ്രനിൽ നിന്ന് പഠിച്ചതാണത്രേത്. എല്ലാവരും ചന്ദ്രനെ കാണും, വളരെ സന്തോഷിക്കും, ചന്ദ്രൻ്റെ ശീതരശ്മികൾ ഏൽക്കും. എന്നാൽ ആ ചന്ദ്രനിൽ നിന്ന് ഇങ്ങനെ ഒരു പാഠം, ഒരു ആത്മപാഠം ആരും പഠിക്കാറില്ല. അവധൂതൻ്റെ വിശേഷത. ഈ സന്യാസിമാരെന്ന് പറഞ്ഞാൽ അവർ എന്തിൽ നിന്നും പഠിക്കാൻ തയ്യാറാവണം. അവരുടെ മനസ്സിൽ നിന്ന് ഒരു നിന്ദ എന്ന് പറയുന്നത് പുറപ്പെടരുത്. തത്വജ്ഞാനികൾക്ക് നിന്ദയുണ്ടാവില്ല. ഈ ലോകത്തിന് എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നതാണ് അവരുടെ മനസ്സ്. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാന ആത്മന ക്വചിത് കലാനാം ഇവനൈവേന്തോഹോ മൃതിർഹ്യസ്യ കുഹൂരിവ. ഇത് 10ാം സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. 54ാം അധ്യായത്തിൽ 47ാം ശ്ലോകം. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മന ക്വചിത് കലാനാമിവ നൈവേന്തോഹോ മൃതിർഹ്യസ്യ കുഹൂരിവ. ദേഹത്തിനുണ്ടാവുന്ന ജന്മം മുതലായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഒക്കെ വിക്രിയകളാണ്. നാത്മന ക്വചിത്, ഒരിക്കലും ആത്മതലത്തിലോ ആത്മ എന്ന് പറയുന്ന ആ കേന്ദ്രീയതയിലോ ഉണ്ടാവുന്നില്ല. കലാനാമിവ നൈവേന്തോഹോ, കലകൾ നമ്മുടെ ദൃഷ്ടിയിൽ വൃദ്ധിയും ക്ഷയവും ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിലുള്ള ചന്ദ്രൻ്റെ സൈസിന് വല്ല കുറവും കൂടുതലും ഉണ്ടോ? ഇല്ല. അതുമാതിരി നമ്മുടെ ആത്മാവിന് ജനിച്ചത് കൊണ്ടൊരു കൂടുതലോ മരിച്ചത് കൊണ്ടൊരു കുറവോ കുട്ടിക്കാലം മുതൽക്ക് വളർന്നത് കൊണ്ട് ഒരു വൃദ്ധിയോ അവിടുന്ന് അങ്ങോട്ട് ക്ഷയിക്കുന്നത് കൊണ്ടൊരു ക്ഷയമോ ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടത് മനസ്സും ബുദ്ധിയുമാണ്. ഈ ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചാൽ എന്തുണ്ടാവുമെന്നറിയോ? ജീവിതം ലഘൂകരിക്കപ്പെടും. ഇപ്പോൾ ഒരുമാതിരി ഗൃഹസ്ഥന്മാരായ നിങ്ങൾക്കൊക്കെ ഗൃഹം ഒരു ഭാരമാണ്. നല്ല കുട്ടികളായ അവർ നന്നായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണ്ടേ സ്വാമിജി, അതിനെ അനുഗ്രഹിക്കണം എന്ന് പറയും. ഇനി മോശമായ കുട്ടികളാണെങ്കിലോ മനസ്സിന് തീരെ സമാധാനമില്ല. എന്നെ ചൊല്ലിയിട്ടല്ല, മക്കളെ ചൊല്ലിയിട്ടാന്ന് പറയും. എപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം? ഇല്ല, ഉണ്ടാവൂല. സമാധാനം വേണമെങ്കിൽ ഈ ആത്മമനനം വേണം. നിങ്ങളുടെ മകനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റില്ല. ഭർത്താവിനെ നോക്കിക്കൊണ്ടൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടില്ല. ഭാര്യയെ നോക്കിക്കൊണ്ടും പണ്ടങ്ങൾ നോക്കിയിട്ടും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. സമാധാനം വേണോ? ആത്മചിന്ത, ആത്മമനനം, അത് കൂടിയേ തീരൂ. ആ ആത്മമനനം എങ്ങനെ ഉണ്ടാവും? ചന്ദ്രനിൽ നിന്നുണ്ടാവും. ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങളില്ലേ? ഉവ്. കാണാനില്ലേ? ഉവ്. അമാവാസി ദിവസം മരിക്കണില്ലേ? ഉവ്. എന്നാൽ പിന്നെ പ്രഥമ ദിവസം തുടങ്ങണില്ലേ? ഉവ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇല്ല മരണം, അമാവാസി പോലെയാണ്. മൃതിർഹ്യസ്യ കുഹൂരിവ. ആ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രസ്താവന ഒന്ന് നോക്കൂ നിങ്ങൾ. ഇത് വാസ്തവത്തിൽ ഉപനിഷത്തിലും കൂടി പറയാത്തൊരു സത്യമാണത്. മൃതിർഹ്യസ്യ കുഹൂരിവ എന്ന്. ചന്ദ്രന് അമാവാസി മരണം പോലെയാണ് മനുഷ്യജീവന് പ്രാണൻ നിന്നിട്ടുള്ള മരണവും. ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണും, ദാ വലിയൊരു കേമൻ പോയി എന്ന്, നാമാവശേഷമായി എന്ന്. എങ്ങടായി പോണത്? വന്നപ്പോൾ മുമ്പിലുണ്ടായിരുന്നോ? മുമ്പിലില്ലാത്തത് ഇപ്പോൾ വരുമോ? അപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ചാൽ ഇനി ഇല്ലാതെയാവോ? എപ്പോഴാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കണത്? ഇല്ല, ഇല്ലാതെ ആവില്ല. അതുവരെ സമാധാനമില്ല. പഠിച്ചോളൂ നല്ലോണം. ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്,
ഉണ്ടായിരുന്നു, ഉണ്ട് എങ്കിൽ ഞാൻ ഇല്ലാതെയാവില്ല, എപ്പോഴും ഉണ്ടാകും. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. ആദ്യമായിട്ട് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതാ. ഏത് അർജുനന്? കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനൻ, വിതുമ്പിക്കൊണ്ടിരുന്ന അർജുനൻ. അയ്യോ അയ്യോ, ഈ യുദ്ധത്തിൽ എല്ലാവരും മരിക്കൂലോ, അവരെ കൊല്ലാൻ ഞാനല്ലേ കാരണക്കാരനാവുക? കൃഷ്ണ കൃഷ്ണ, ഈ കാരണക്കാരനായ നമുക്കൊക്കെ നരകമല്ലേ ഫലം? കൃഷ്ണ, കൃഷ്ണനും ഞാനും നരകത്തിലാവില്ലേ, മഹാഭാവികളാവില്ലേ എന്ന് പറഞ്ഞ അർജുനൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ നിർത്താനായിട്ട് കർച്ചീഫ് എടുത്തിട്ട് കണ്ണിൻ്റെ ചോട് ഭാഗം കവിള് തുടയ്ക്കൊന്നുമല്ല കൃഷ്ണൻ ചെയ്തത്. കൃഷ്ണൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, മരണം എന്നൊന്നില്ല. നത്വേവാഹം ജാതുനാസം, ഞാൻ ഇല്ലാതെയിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ ഇല്ലാതെയിരുന്ന കാലം ഉണ്ടായിട്ടില്ല. നത്വം നേമേ ജനാധിപാഹ, ഈ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സത്യം അർജുന, നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് വാസ്തവം. ഈ ഭീഷ്മദ്രോണാദികളെയും ഈ സൈന്യങ്ങൾ അത്രയേയും സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് വാസ്തവം. മാത്രമാണോ? അല്ല. ന ചൈവ ന ഭവിഷ്യാമഹ, ഇനി ഒരു കാലത്തും നാം ഇല്ലാതെ ആവൂല. കഴിഞ്ഞില്ലേ കാര്യം? പിന്നെ ചോദിക്കണോ അവിടെ? അർജുനൻ്റെ മരണഭയം, അല്ലെങ്കിൽ അർജുനൻ മരിച്ചു അവിടെ? ഇല്ല. മരിക്കാൻ പോണുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഈ മരണം എന്നുള്ളത്? മനസ്സിലുള്ള ഒരു സങ്കല്പം, ഒരു ഭ്രമം, അതുകൊണ്ടുള്ള ഭയം. ആ മരണം എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടുള്ള ഭയം, കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ശരിയായ ധാരണ കൊണ്ട് ആ ഭയം നീങ്ങി നിർഭയമായി തീർന്നു മനസ്സ്. രണ്ടിനും കാരണം ആശയങ്ങളാണ്. തെറ്റായ ആശയം മരണഭയം ജനിപ്പിക്കുന്നു, ശരിയായ ആശയം നിർഭയരാക്കി തീർക്കുന്നു മനുഷ്യരെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര വിശേഷപ്പെട്ട പ്രസ്താവനകളാണ് ഇത് മുഴുവനും. കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർത്മന. ചന്ദ്രനിൽ നിന്ന് ഞാൻ പഠിച്ചതാണിത്. എപ്പോഴാ ഈ ചന്ദ്രനിൽ നിന്ന് പഠിക്കാനുള്ള അവസരം? ഓരോ പക്ഷത്തിലും. കറുത്ത പക്ഷം, വെളുത്ത പക്ഷം. വെളുത്ത പക്ഷത്തിൽ വൃദ്ധി, കറുത്ത പക്ഷത്തിലോ ക്ഷയം. ഇത് 30 ദിവസം കൂടുമ്പോൾ നമ്മളിത് കാണുകയാണ്. അത് കാണുന്ന സമയത്ത് ഓരോരിക്കും കാണുമ്പോൾ ചിന്തിച്ചൂടെ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ചന്ദ്രനെ പറ്റി പെയിന്റ് ചെയ്യും, എന്നിട്ടോ അത് വിറ്റിട്ട് വല്ല കാശും ഉണ്ടെങ്കിൽ മേടിക്കും. ആത്മജ്ഞാനം ഉണ്ടാവാനുള്ള ഒരു പാഠമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ശരിയായ ചന്ദ്രന് ഒരു കലയും വരുന്നുമില്ല, പോകുന്നുമില്ല. അതുപോലെയാണ് ഞാൻ പരമാത്മാവാണ്. എനിക്ക് വൃദ്ധിയില്ല, എനിക്ക് ക്ഷയമില്ല. എൻ്റെ ശരീരമാണ് ഗർഭാധാനത്തിനും വളർച്ചയ്ക്കും വിധേയമായത്, പ്രസവത്തിന് വിധേയമായത്. അവിടുന്ന് അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ആത്മാവാണ്, എനിക്ക് മരണമില്ല. ചന്ദ്രൻ്റെ അമാവാസി പോലെയാണ് ഒരുവൻ്റെ മരണം, ചന്ദ്രൻ്റെ പ്രഥമ പോലെയാണ് ഒരുത്തൻ്റെ ജനനം. അപ്പം ഞാനിതൊന്നുമില്ലാത്തവനാണ്. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മന ക്വചിത് കലാനാമിവ നൈവേന്തോഹോ മൃതിർഹ്യസ്യ കുഹൂരിവാ. ഞാനിത് വായിച്ച് കേട്ടത് മുതൽക്ക് ഞാൻ ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല. എന്നാലും ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഭൂമാനന്ദ സ്വാമിജി വളരെ വാത്സല്യത്തോടു കൂടിയാണ് ഈ സന്ദേശം നൽകുന്നത്. നിങ്ങൾ ഒരൊറ്റ ആളും ഞാൻ സംസാരിച്ചത് കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ മരണം എന്നുള്ളൊരു ഭയം ആ മനുഷ്യൻ്റെ മനസ്സിനെ തീണ്ടരുത്. അത് കുട്ടിയായാലും കൊള്ളാം, പടുവൃദ്ധനായാലും വൃദ്ധയായാലും കൊള്ളാം. നിങ്ങളുടെ മനസ്സിനെ തീണ്ടരുത്. മരണം ചന്ദ്രന് അമാവാസി പോലെ, അമാവാസി പോലെ, അമാവാസി പോലെ. എല്ലാവരോടും പറയൂ, ചന്ദ്രന് അമാവാസിയിൽ മരണമുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ മരണവും. ഇല്ല, ഇല്ല. നാം ഇവിടെ ജീവിക്കുകയാണ്. മുൻപിലും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാവും. ഉണ്മയാണ് നമ്മുടെ സ്വഭാവം, അനുണ്മയല്ല, ഇല്ലായ്മയല്ല. അത് നല്ല പോലെ ഉറയ്ക്കട്ടെ. ഇത് എവിടെയാ ഉറക്കുക? ബുദ്ധിയിൽ. ബുദ്ധിയിൽ ഉറച്ചിട്ട് വേണം അതിൻ്റെ സ്വാധീനം മനസ്സിൽ പതിയാൻ. മനസ്സിൽ പതിഞ്ഞിട്ട് വേണം വ്യവഹാരത്തിൽ അത് കുറച്ചും കൂടിയും പ്രകടമാകാൻ. അങ്ങനെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഇതെല്ലാം കൂടിയുള്ള ഒരു സംയുക്തതയാണ് നാം ആവശ്യപ്പെടുന്ന യോഗം. അപ്പൊ ചന്ദ്രനിൽ നിന്ന് പഠിച്ച പാഠം എന്താ? വിസർഗാദ്യാശ്മശാനാന്താ ഭാവാദേഹസ്യനാത്മനഃ കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർത്മന. ഈ പഞ്ചഭൂതങ്ങൾ മുൻപേ ഉണ്ടല്ലോ, ആകാശവും ഗോളങ്ങളും ഒക്കെ. നമ്മുടെ അധ്യാത്മശാസ്ത്രം ഇത്ര പുരാതനമാണെന്ന് പറഞ്ഞാൽ തീരില്ല. വസിഷ്ഠർ ശ്രീരാമനെ ഉപദേശിക്കുന്നിടത്ത് യോഗവാസിഷ്ഠത്തിൽ പറയാണ്, സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന
തഥാസ്ഥിതം ജാഗ്രതി തേന ചേതസാ കലാൻവിതോ വിധുരിവയ സദാ മുദാ നിഷേവ്യതേ മുക്ത ഇതീഹസസ്മൃത. എത്ര ഭംഗിയായിട്ടുള്ള വൃത്ത, കേട്ടാൽ തന്നെ നമുക്ക് സന്തോഷവും സൗന്ദര്യവും വരെ ഉണ്ടാവും. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന. സുഷുപ്തവത് ഉറങ്ങിയവനെ പോലെ, ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ, പ്രശമിത ഭാവവൃത്തിന. പല വിധത്തിലുള്ള ഭാവങ്ങളും വികാരങ്ങളും ഉണ്ടാക്കുന്നതാണ് മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതായ വൃത്തികൾ. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വൃത്തി എന്ന് പറഞ്ഞാൽ വ്യാപാരം, ആക്ടിവിറ്റി എന്നാണ് അർത്ഥം. കച്ചവടം എന്നുള്ള അർത്ഥത്തിലല്ല വ്യാപാരം ഇവിടെ പറയുന്നത്. വ്യവഹാരത്തിന് ഇൻട്രാക്ഷൻ എന്ന് പറയാം. വൃത്തി എന്ന് പറഞ്ഞാൽ വ്യാപാരം. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തും മുഖവും ഒക്കെ അനക്കുന്നുണ്ട്, ചുണ്ട് പിന്നെ അനങ്ങുന്നുണ്ട്, നാവും അനങ്ങും. നാവിൻ്റെ അനക്കം ഒരുപക്ഷെ നിങ്ങൾ കാണില്ല, ചുണ്ടിൻ്റെയും കുറേശ്ശെ കാണും. പക്ഷേ കഴുത്തും തലയൊക്കെ അനങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. അതൊക്കെ അതിൻ്റെ വ്യാപാര. സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അവ വ്യാപരിക്കുക. അപ്പം നാവ്, പല്ല്, തൊണ്ട, മൂക്ക്, ചുണ്ട് ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഈ സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വായുടെ വ്യാപാരമാണ് സംസാരം, മനസ്സിൻ്റെ വ്യാപാരമാണ് മനനം, ബുദ്ധിയുടെ വ്യാപാരമാണ് ആലോചന, ഗവേഷണം, കണ്ടുപിടുത്തം ഇതൊക്കെ. അപ്പോൾ സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന. എത്ര ഇൻറ്റൻസ് ആക്ടിവിറ്റി ഉള്ള ആളായാലും ഉറങ്ങുന്ന സമയത്തോ കൈകാല് തളർന്ന് അങ്ങനെ കിടക്കും. ചിലർ ദുഃഖിച്ച് കരയുന്നവരുണ്ട്, കരഞ്ഞ് ക്ഷീണിച്ചിട്ട് ഉറങ്ങുന്നവരും ഉണ്ടാവരും. അതുമാതിരി ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നവരും അവരും കിടന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഒരു മനോവ്യാപാരവും നമ്മളിൽ ഉണ്ടാവില്ല. ഞാൻ സ്വപ്നമില്ലാത്ത ഉറക്കത്തെ പറ്റിയാണ് പറയണത് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കരുത് ഞാൻ ഉറക്കം എന്ന് പറയുമ്പോൾ ഡീപ്പ് സ്ലീപ്പ് വിതൗട്ട് ഡ്രീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന. പ്രശമിതം, പ്രശമിപ്പിക്കപ്പെട്ട, പ്രശാന്തമായിട്ടുള്ള ഭാവവൃത്തിന. സാധാരണ മനസ്സിൽ വരുന്ന ചിന്തകൾ അനേകമാണ്, ബഹുമുഖമാണ്. ആ ചിന്തകൾ ഓരോന്നും വരുന്ന സമയത്ത് പല വിധത്തിലുള്ള വികാരങ്ങളുണ്ടാവും. ഞാൻ ഡൽഹിയിൽ നടന്നൊരു സംഭവം നിങ്ങളോട് പറയാം. സൗത്ത് സൈനിക് ഫാമിൽ ഞങ്ങളുടെ ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന കാലത്താണ്. അപ്പോൾ വിദേശത്തിൽ നിന്നൊരു വനിതയെ കൂട്ടിക്കൊണ്ട് ഒരാൾ വന്നു. ഇവർക്ക് മനസ്സിന് വല്ലാത്ത വിഷമം. എന്താ വിഷമം? തൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ സംഭവങ്ങളുടെ ഓർമ്മ വിട്ടുപോകുന്നില്ല. അതെങ്ങാനും ഓർമ്മ വരുന്ന സമയത്ത് അത് വല്ലാതെ എന്നെ ഹിംസിക്കുന്നു, സംഘർഷം ഉണ്ടാക്കുന്നു, സഹിക്കുവയ്യ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുവോ, ചെയ്യുവോ? ചെയ്യാം. മനസ്സിലാക്കാൻ ഭംഗിയായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എന്തു വേണം? എന്ത് സംഭവം നടന്നിട്ടുണ്ടോ അതിൻ്റെ സ്മരണ എത്ര കഷ്ടപ്പെട്ടാലും തള്ളിക്കളയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഓർമ്മയെ നാം തടുക്കാനോ നീക്കം ചെയ്യാനോ പുറപ്പെട്ടാൽ, മനഃപൂർവ്വം പുറപ്പെട്ടാൽ എന്തുണ്ടാവുമെന്നറിയാമോ നിങ്ങൾക്ക്? ആ ഓർമ്മയ്ക്ക് ശക്തി കൂടും, ശക്തി കൂടും. എന്ത് ഓർമ്മയായിക്കോട്ടെ. അപ്പം നിങ്ങൾ എന്തു വേണം? ആ ഓർമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അതിന് സ്ഥാനം കൊടുക്കണം. പല ഓർമ്മകളും ഉണ്ടല്ലോ, അതിന് കൂട്ടത്തിൽ ഇതൊരോർമ്മ. ഈ ഓർമ്മ നിങ്ങളെ അനാവശ്യമായിട്ട് പീഡിപ്പിക്കുകയോ ഹിംസിക്കുകയരുത്. അതിനെന്താണ് വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയെ വിളിച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചത്? നിങ്ങളൊരു കാര്യം ചെയ്യൂ. മനഃപൂർവ്വം കാലത്ത് കുളിക്കുന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഈശ്വരഭജനമുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് മനഃപൂർവ്വം ഈ സ്മരണയെ നിങ്ങൾ ആനയിക്കണം നിങ്ങളുടെ മനസ്സിൽ. അത് വരരുത്, നിങ്ങളായിട്ട് ക്ഷണിച്ചു വരുത്തണം. അതിലാണ് വ്യത്യാസം. പ്രധാന ടെക്നിക്ക് അതാണ്. നാം ആയിട്ട് ക്ഷണിച്ചു വരുത്തണം ആ ഓർമ്മയെ. എന്നിട്ടോ ആ ഓർമ്മ ക്ഷണിച്ചു വരുത്തി നിങ്ങൾക്ക് എന്തെല്ലാം അതിന് പ്രതികരണമായി പറയണം, കാണിക്കണം, ചെയ്യണം എന്ന് തോന്നുന്നുവോ അതൊക്കെ ചെയ്തോളൂ. ദേഹത്തെ പീഡിപ്പിക്കരുത്. നെഞ്ഞത്തടിക്കുക, തലയിലടിക്കുക, അതൊന്നും വേണ്ട. കരയണമെങ്കിൽ കരഞ്ഞോളൂ, കൂർക്കുളിക്കണമെങ്കിൽ കൂർക്കുളിച്ചോളൂ, നിലവിളിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ശരീരത്തിനെ പീഡിപ്പിക്കരുത്. അങ്ങനെ ഒരു 20-25 മിനിറ്റ് നിങ്ങൾ ചെലവ് ചെയ്താൽ ആ 25 മിനിറ്റിനുള്ളിൽ ആ ഓർമ്മയ്ക്ക് കനം കുറയും. കുറഞ്ഞിട്ട് മതി എന്ന് തോന്നും. അപ്പോൾ എണീറ്റ് മുഖം കഴുകി നിങ്ങളുടെ ജോലി ചെയ്തോളൂ എന്ന് പറയും. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും. ഒരു കാര്യം ചെയ്യൂ, ഇപ്പം തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ. അവർ വിദേശികൾ കുറച്ചുകൂടി അനുസരണശീലമുള്ളവരാണ്. ഇന്ത്യക്കാർക്കാണ് അവരൊക്കെ ഈ മുട്ടൻ മൂരികളെ മാതിരിയാണ്. പറഞ്ഞാൽ അവർക്ക് അനുസരണശീലമില്ല. അപ്പോഴേക്കും നാണായി മാനായി. ഒരാളുടെ അടുത്ത് പോകുന്നത് എന്തിനാ? ഒരു കാര്യം പഠിക്കാനും പഠിപ്പിക്കാനുമാണ്. അപ്പോൾ എന്ത് വേണം? പറഞ്ഞാൽ അത് കേൾക്കണം. അത് കേൾക്കില്ല.
ഇന്നത്തെ കാലത്ത് ആഫീസിൽ പഠിക്കുന്നവരൊക്കെ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വലിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. ആ ട്രെയിനിങ്ങിൽ പലതരം. നിങ്ങൾ എന്തു വേണം, ഉദ്യോഗസ്ഥന്മാർ പല തട്ടുകളുള്ളവരെയും കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് എന്തു വേണമെന്നറിയോ? എന്താ വേണ്ടത്? ഒരാൾ കണ്ണടച്ചിട്ട് നിൽക്കുക. ആ നിന്ന ആളുടെ തോളത്ത്, അതിൻ്റെ പിന്നിലുള്ള ആൾ കണ്ണടച്ചിട്ട് തോളത്ത് കൈവയ്ക്കുക, പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ളവരെല്ലാവരും കൂടി വരിയായിട്ട് അങ്ങോട്ട് നിൽക്കുക. നിന്നില്ലേ, മിണ്ടരുത്. ഇനി നിങ്ങൾക്ക് പ്രമാണം നിങ്ങളുടെ മുമ്പിലുള്ള ആളാണ്, ആ ആൾക്ക് പ്രമാണം അതിൻ്റെ മുമ്പിലുള്ള ആൾ. ഇനി ആദ്യത്തെ ആളെ കണ്ണടച്ചിരിക്കണം, ആ ആളെ വേറൊരാൾ കൈ പിടിച്ച് ഇങ്ങനെ വളച്ചും തിരിച്ചും കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ കണ്ണ് തുറക്കരുത്, മുമ്പിലുള്ള ആളുടെ പിന്നാലെ നടന്നോളുക. അപ്പോൾ അവിടെ എന്തായി? വലിയ ഉദ്യോഗസ്ഥനുണ്ട്, താണ ഉദ്യോഗസ്ഥനുണ്ട്, ഇടയിലുണ്ട്, എല്ലാവരെയും കൂടി. അന്ന് മുതൽക്ക് അവർക്ക് വലിയൊരടുപ്പായി. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടത്തും. ആ ട്രെയിനിങ് പ്രോഗ്രാം ഇത് എന്തിനാണ് ട്രെയിൻ ചെയ്യണത്? ശരീരത്തിനല്ല. അവർക്കൊരു സംയുക്തത വരാൻ. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെ ജോലി ചെയ്യണം? ഒരു വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ വീട്ടുകാരാണ്. ഒന്ന് അച്ഛൻ, അമ്മ, പിന്നെയുള്ളവരോ മക്കൾ തമ്മിലോ സഹോദരന്മാർ, പിന്നെയോ മക്കളുടെ അച്ഛനമ്മമാർ. അപ്പോൾ എല്ലാവരും കൂടി ഒരു 7 ആളുണ്ട് വീട്ടംഗങ്ങൾ. പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷെ അവരെ പിടിച്ചു നിർത്തുന്നത് എന്താ? ഞങ്ങൾ ഒരേ വീട്ടിലത്തെ അംഗങ്ങളാണ് എന്നുള്ളൊരു സത്യമാണല്ലോ അവിടെ നിർത്തുന്നത്. അതേമാതിരി ഞങ്ങളുടെ വീട് നിലനിൽക്കാനായിട്ട് ഒരു ഉദ്യോഗം വേണം. ആ ഉദ്യോഗം നമുക്ക് തരുന്നത് ഒരു കമ്പനിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീടിനോട് എന്ത് മനോഭാവമോ അതേമാതിരിയാണ് കമ്പനിയോടും ജോലി സ്ഥലത്തും വേണ്ടത്. ആ ജോലി സ്ഥലത്ത് ഞാൻ മാത്രമല്ല, പലരും ഉണ്ട്. ആ പലരും തമ്മിൽ വിഘടിതമായ ഒരു നില വരാതെ എല്ലാവരും വിരലിൻ്റെ 5 കൈ 10 വിരൽ പോലെയാണെന്ന് വിചാരിച്ച് എല്ലാവരും സഹവർത്തിത്വത്തോടു കൂടിയിരിക്കണം. ആ സഹവർത്തിത്വത്തിന് നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്താ? അയാൾ ഉയർന്നവൻ, അയാൾ താഴ്ന്നവൻ. കുറച്ചും കൂടിയും ഈ ട്രെയിനിങ് പ്രബലമാക്കണം എന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട് അവരെ പിടിപ്പിക്കരുത്. 10 ആളോടും കണ്ണടയ്ക്കാൻ പറയുക. എന്നിട്ട് അത് നടത്തുന്ന ആളെ ഓരോരുത്തരെ പിടിച്ച് ഓരോരുത്തരെ പിന്നിൽ കൊണ്ടു നിർത്തുക. അപ്പോൾ ആരുടെ പിന്നാലെ തൊട്ടിരിക്കണു നിൽക്കണമെന്നും കൂടി അവരറിയാൻ പാടില്ല. അങ്ങനെ നിന്ന് എല്ലാവരും കൂടി കൂട്ടായിട്ട് നടക്കണം, ആരും പെരട് വീഴരുത്. എന്നിട്ട് സ്ഥലത്തെത്തിക്കുമ്പോൾ അവർക്ക് തന്നെത്താനെ മനസ്സിലുള്ള ഇൻഹിബിഷനൊക്കെ പോയി ഒരു കൂട്ടായ്മ അവർക്കുണ്ടാവും. ഈ ട്രെയിനിങ് എല്ലാവരും എടുക്കും കേട്ടോ. പല കമ്പനികളും ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കും. അതുമാതിരി ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരാളുടെ ചുമലിൽ വേറൊരാൾ കയറുക, ആ ആളുടെ ചുമലിൽ വേറൊരാൾ കയറുക, എന്നിട്ട് മുകളിൽ ഒരു കയറെടുത്ത് കെട്ടുക, എന്നിട്ട് ആ കയറിൻ്റെ മുകളിൽ കൂടി ചാടി അങ്ങോട്ട് കിടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കൊരു സംയുക്തത ഉണ്ടാവുകയാണ്. ഇതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. സാധാരണ നമ്മുടെ ഇന്ത്യക്കാരുണ്ടല്ലോ, ഒന്നും കൂട്ടാക്കില്ല. അവൻ ട്രെയിനിങ്ങിന് വിളിച്ചു, ഞാൻ ഇല്ല. ഇതാണ് അവരുടെ സമ്പ്രദായം. വേണ്ട, നിങ്ങളുടെ മനസ്സ് കുടുങ്ങിയിരുന്നോട്ടെ, കിണറ്റിൻ്റെ ഉള്ളിലുള്ള തവളയെ പോലെ ഇരുന്നോളൂ. നിങ്ങൾക്കൊരു തടാകത്തിലും പോകാൻ പറ്റില്ല, ഒരു സമുദ്രത്തിലും പോകാൻ പറ്റില്ല. ഓന്തോടിയ വേലി വരെ, ചെറുവിരൽ വീങ്ങിയ വലിയ വിരലോളം ഇരുന്നോളൂ, ആമയെ പോലെ ഇരുന്നോളൂ. കുള്ളൻ നന്നാവണോ? മനസ്സിനെ നന്നാക്കണം. അപ്പോൾ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറയും. വേറെ ചിലരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കണ്ണടച്ച് അവിടെ ഇരുന്നു പട്ടാപ്പകലെ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സ്മരണ, ഓർമ്മ എന്തോ അത് മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും, അതിനാ ഞാനിത് മുഴുവൻ നിങ്ങളോട് പറയണത്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരുടെ മുഖഭാവം അങ്ങോട്ട് മാറി തുടങ്ങിയപ്പോൾ പടം പിടിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു. എന്തൊക്കെയാ അവരുടെ മുഖത്തു കൂടി കടന്നുപോയെന്നറിയോ നിങ്ങൾക്ക്? കണ്ണടച്ചിരിക്കുക. അവർ കണ്ണിൽ വെള്ളം വരണു, ദീർഘശ്വാസം വരണു, ചുവക്കണു, കറക്കണു, ചുണ്ട് വിറയ്ക്കണു. എന്തൊക്കെയാ അവരുടെ മുഖത്തു കൂടി വരണത്? എന്താ കാരണം? സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന. ഒരൊറ്റ മനസ്സ്. ആരുടെ മനസ്സാ? അവനവൻ്റെ മനസ്സ്. അതിൽ നിന്നാണ് ഓരോ ചിന്തകൾ പുറപ്പെടുന്നത്. അപ്പം മനസ്സ് എന്നുള്ളതിലേക്ക് ഒരു മനസ്സാണ്. ആ മനസ്സിൻ്റെ സന്തതി എന്നുള്ള നിലയ്ക്ക് എല്ലാം മനശ്ചിന്തകളാണ്. പക്ഷെ ആ ചിന്തകളിൽ നിന്ന് പുറപ്പെടുന്ന ഭാവപ്രതികരണങ്ങളോ അസംഖ്യം. നിങ്ങളിത് കേട്ട് ഗ്രഹിക്കുന്നുണ്ടോ കൂട്ടരെ? എത്ര പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രേക്ഷകർ? നിങ്ങളൊക്കെ കേമന്മാരാ. പക്ഷെ ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ ഒരു മനസ്സ്, അത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന ചിന്തകൾ കൊണ്ട് ആ മുഖഭാവത്തിന് എന്തൊക്കെയാ മാറ്റം വരുന്നത്? എന്താ അതിന് കാരണം? ഭാവവികാര സ്ഫുരണങ്ങളാണിത് മുഴുവനും. ഭാവവികാര സ്ഫുരണങ്ങളാണ്. ആ സ്ഫുരണങ്ങളെയാണ് നമുക്ക് ഉപശമിപ്പിച്ചെടുക്കേണ്ടത്. സുഷുപ്തിവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ. അപ്പൊ അധ്യാത്മ സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മനസ്സിന് വരുന്ന പ്രശാന്തത. എൻ്റെ മനസ്സേ, നീ ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കാറ്റ് വീശി
എത്രയെല്ലാം ഗംഭീരമായിരിക്കുന്ന അലകളും തിരകളും ബോറുകളും ടൈഡുകളും ഉയരുന്നുണ്ടോ, ഉയർന്നോട്ടെ, ഉയർന്നോട്ടെ. നീ മനസ്സമുദ്രമാണ്, സമുദ്രമാണ്. ആ സമുദ്രത്തിൽ 40 50 അടി ഉയരത്തിൽ ഒരു തിര പൊന്തിയാലും ആ പൊന്തിയ തിര എങ്ങനെ പൊന്തിയോ അങ്ങനെ തന്നെ താഴും, താഴ്ന്ന് സമുദ്രത്തിൽ തന്നെ വരും. നിന്റെ എന്ത് ചിന്തയും ഉയർന്ന് അതിന് സ്വന്തമായ നിക്കക്കള്ളിയില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നത് പുറത്തു പോകാൻ പോകുന്നില്ല. ആദ്യം ഇല്ലാതിരുന്നു, പിന്നെ ഉണ്ടായി, പിന്നെയും ഇല്ലാതെയാവും. മനസ്സ് തന്നെ ആയിത്തീരും ആ തിര. ഈ ഒരു വിചാരം, ഈ ഒരു ബോധം മനസ്സിൽ വന്നാൽ നിങ്ങളെ എന്തിനാ അലട്ടണത്? ആ സ്ത്രീ അവിടെ ഇരുന്നു. ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ആയപ്പോൾ മതി എന്ന് പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങളത് അഭ്യസിച്ച് ശരിയാക്കിക്കോളൂ. ഉവ്വ്. എന്നാ ഞാനിത് അഭ്യസിച്ചു, ഇതാണ് ഫലം എന്നൊന്ന് അറിയിപ്പിക്കണ്ടേ? അതില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ നിങ്ങളോട്, ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇതന്നെയാണ് നിങ്ങളൊന്നും നേരെയാവാതെ ഇരിക്കുന്നത്. അതിനുള്ള കാരണം ഒരു കൃതജ്ഞതയില്ലേ? ഇവിടെ ഇപ്പോൾ പഞ്ചഭൂതങ്ങളോടുള്ള കൃതജ്ഞതയാണ് ഭർതൃഹരി ഇവിടെ കാണിച്ചു തന്നത്. ഇത്രയധികം അവസാനത്തെ ബദ്ധാഞ്ജലി ഇതാ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്നെ ഒന്ന് അറിയിക്കണോ ഒരു മര്യാദ? എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു കൊടുത്തത് ഫലവത്താണ്, പ്രയോജനപ്രദമാണെന്നുണ്ടെങ്കിൽ മറ്റു പലരോടും എനിക്ക് പറയാം. ഇനി പറഞ്ഞവരും അറിയുന്നവരും അപ്പുറത്തുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം ഒരു പക്ഷി പറന്നമാതിരി വന്നിരുന്നു പോയി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എനിക്ക് പരിഭവം ഉണ്ടെന്നല്ല അതിനർത്ഥം. നിങ്ങൾക്കൊരു കൃതജ്ഞത വേണം. ഇപ്പം ഞാൻ ഈ സംപ്രേഷണം ഏഷ്യാനെറ്റിൽ മാർച്ച് മാസം 22-ാം തീയതി മുതൽക്ക് നടത്തുന്നതാണ്. ഈ സംപ്രേഷണം നടത്തുന്നത് എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് നടത്തണമെങ്കിൽ ഈ സംപ്രേഷണം റെക്കോർഡ് ചെയ്യണം, ഇത് ഷൂട്ട് ചെയ്യണം. അതിപ്പോൾ എനിക്കാണെങ്കിൽ ഫെബ്രുവരി മാസം 2-ാം തീയതി പുറത്തു പോകണം. ഞാൻ ഫെബ്രുവരി മാസം മുഴുവനും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഫെബ്രുവരിയിലും ഈ സംപ്രേഷണം നടത്തണം, മാർച്ചിലും നടത്തണം. മാർച്ചിൽ 10 ദിവസവും മറ്റേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവനും പുറത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സംപ്രേഷണം റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് ഇത് തയ്യാറാക്കി ഏഷ്യാനെറ്റിന് അയച്ചു കൊടുക്കണം. ഇതിന് വലിയൊരു പ്രയത്നവും വലിയൊരു ചെലവുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊക്കെ കണ്ട് രസിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതിനോട് വേണ്ടത്ര കൃതജ്ഞതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂമാനന്ദ സ്വാമിജിക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് തരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് പറയുന്നത് കൊണ്ട് സ്വാമിജി ഒരു പരിഭവം രേഖപ്പെടുത്തുകയാണോ? അല്ല, വസ്തുത വെളിപ്പെടുത്തുക. ശ്രീമദ് ഭാഗവതം എങ്ങനെ തുറന്നു പറയുന്നുണ്ടോ അതേമാതിരി ഭൂമാനന്ദ സ്വാമിജിയും തുറന്നു പറയുന്നു. പലരും അങ്ങനെയാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രം നടക്കണം. അപ്പോൾ ആ ക്ഷേത്രം നടത്താനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്, അതിലെന്തെങ്കിലും ഞങ്ങളൊരു ഭാഗഭാക്കുകളാവണ്ടേ എന്ന് വിചാരിച്ച് സജീവമായ ഒരു പങ്കാളിത്തം എല്ലാറ്റിലും വേണമല്ലോ, എന്ത് കാര്യത്തിനായാലും. ഇപ്പോൾ ഗവൺമെൻറ്റാണ് പല ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുന്നു. ആ ഗവൺമെൻറ്റിന് എല്ലാം കൂടിയിട്ടുള്ള വരുമാനം നികുതിപ്പണമാണ്. ആ നികുതി എന്ന് പറയുന്നത് സമ്പാദിക്കുന്ന പ്രജകൾ കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്? സെയിൽസ് ടാക്സായി, ഇൻകം ടാക്സായി, എക്സൈസ് ഡ്യൂട്ടിയായി, ഇമ്പോർട്ട് ഡ്യൂട്ടിയായി, മറ്റ് പല കിസ്തുകളുമായിട്ടാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിത് പണം കൊടുത്താലേ സർക്കാരിന് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ബോധം എത്ര പ്രജകൾക്കുണ്ട്? ഇല്ല. മിണ്ടണ്ട ആരും. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് നന്നാവുക? അച്ഛനമ്മമാർക്ക് ആ പൗരബോധം, സമാജബോധം, രാഷ്ട്രബോധം, വിശ്വബോധം വേണ്ടേ? നല്ല പോലെ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇത് ഞാൻ പ്രസംഗവശാൽ പറയുന്നതാണ്. അപ്പോൾ സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന. അപ്പം എന്തു വേണം? ഒരു ജ്ഞാനി ചന്ദ്രനെ പോലെ ആയിരിക്കണം. ചന്ദ്രനെ കണ്ടു പഠിക്കണം. തനിക്ക് കലകൾ വരണു, അത് കഴിഞ്ഞാൽ പോകണം. അങ്ങനെ വന്നതുകൊണ്ടും പോയതുകൊണ്ടും ചന്ദ്രന് വല്ല കോട്ടവും കുറവും വരുന്നുണ്ടോ? ചന്ദ്രൻ്റെ അസ്തിത്വത്തിലോ സൈസിലോ ഒരു മാറ്റം വരുന്നില്ലല്ലോ. അതേമാതിരി എൻ്റെ മനസ്സിൽ എന്ത് വൃത്തികൾ വേണമെങ്കിൽ ഉയരട്ടെ, ആ ഉയർന്ന വൃത്തികൾ താഴ്ന്നുകൊള്ളും. ആ ഉയർന്ന വൃത്തിയെ ചൊല്ലി ഞാൻ പരിതപിക്കരുത്, ഞാൻ കലഹിക്കരുത്, ഞാൻ ക്ഷുഭിതനാകരുത്, എനിക്ക് പ്രക്ഷുബ്ധത വരരുത്, സംഘർഷമുണ്ടാകരുത്. എൻ്റെ മനസ്സ് തൊടുത്തുവിടുന്ന വൃത്തികളാണ്. അത് മനസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്, മനസ്സിൽ തന്നെയാണ് ഉപശമിക്കുന്നത്. അതിന് വേറെ പോക്കടമില്ല എന്ന് വിചാരിച്ച് ആ മനസ്സിൻ്റെ സത്തയെ പറ്റിയിട്ടുള്ള ബോധം എന്ന് പറഞ്ഞാൽ ആത്മബോധമായി. ആ ആത്മബോധം എന്ന് പറയുന്ന ആ വലിയ ആശയത്തിൽ ഈ വൃത്തികളുടെ ഭാവപ്രക്രിയ മുഴുവനും, ശക്തി മുഴുവനും അമർന്നങ്ങോട്ട് പോകണം. ഇതാണ് ജ്ഞാനം. അല്ലാണ്ട് ഈ ജ്ഞാനം കേൾക്കുന്നത് മാത്രമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. കേൾക്കുന്നത് ഇതിലേക്കുള്ള ഒരു പ്രവേശമാണ്.